വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. റേഡിയേഷനും കീമോയൊക്കെ ചെയ്താൽ കുറയുമെന്നാണ് പറഞ്ഞത്. മിയാപ്പൂരിലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റിന്റെ ബന്ധുവുണ്ട്. ഇവര് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും ഇവർക്ക് എന്ത് ക്യാൻസർ ആയിരുന്നെന്നും അതുകൂടാതെ ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റിയും അതവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നും നമുക്ക് ചോദിക്കാം. സർ നമസ്കാരം. പേരെന്താ? നമസ്കാരം, എന്റെ പേര് സതീഷ്. പേഷ്യന്റ് പേഷ്യന്റ് പേര് വിജയാന്ന്. ഓക്കെ, സാറിന്റെ വിജയാന്ന മാഡം. പേഷ്യന്റ്? എന്റെ അമ്മയാണ്. ഓക്കെ. അവര് 2 മാസമായിട്ട് എന്റെ വയറിലൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 2 മാസം കൊണ്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി. അവസാനം 1 മാസം മുൻപ് വേറൊരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ബയോപ്സി എടുത്ത റിപ്പോർട്ടിൽ നോക്കിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അതും ഗർഭപാത്രത്തിലായിരുന്നു. റേഡിയേഷൻ ചെയ്താലും കീമോ ചെയ്താലും കുറയുമെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത്. മിയാപ്പൂരിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, നീ അവിടെ പോയിട്ട് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് മാഡം. ബയോപ്സിക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മയ്ക്കുണ്ടായിരുന്ന പ്രോബ്ലംസ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയതെന്ന് പറയാമോ? വെറും വേദന മാത്രമായിരുന്നു വന്നത്. അടിവയറ്റില് ഒരു വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ വരുന്നത് പോലെയുള്ള ഒരു വയറുവേദന ആയിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളൊരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഞങ്ങളിതുപോലെ ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ഫ്രണ്ട്സ് എല്ലാം റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണ് മാഡം. നോർമൽ ആയിട്ടുള്ള വയറുവേദനയാണെന്ന് വിചാരിച്ച് എത്ര മാസം വെറുതെ ഇരുന്നു? 2 മാസത്തോളായി. 1.5 മാസമൊന്നും ചികിത്സ ഉണ്ടായിരുന്നില്ല. അപ്പോ ഒരു സില്ലിയാക്കി കളഞ്ഞു. ഇപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. വയസ്സ് എത്രയാണെന്ന് പറഞ്ഞു? 55. 55 വയസ്സായി കാണും. ഓക്കെ. അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വെറുതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വീട്ടിൽ തന്നെ. ഇപ്പൊ അമ്മയ്ക്കാണല്ലോ ആദ്യമായിട്ട് ക്യാൻസർ വന്നേ. സാറിന് ക്യാൻസറിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയാമോ കൂടുതലായിട്ട്? ഇല്ല മാഡം, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ച്. ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടല്ലേ വന്നത്? അവിടെ അവര് ഇതിനെപ്പറ്റി നിങ്ങളോട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഗർഭപാത്രത്തില് ക്യാൻസർ ആണ്, ചെറിയ ചെറിയ മുഴകൾ വന്നിട്ടുണ്ട്. അതിപ്പോ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് റേഡിയേഷൻ ചെയ്യണമെന്നും പറഞ്ഞു. റേഡിയേഷനും പിന്നെ കീമോ ചെയ്യണമെന്നും പറഞ്ഞു. കീമോ ചെയ്താൽ പിന്നെ ബോഡി അതിനെ എഫക്ട് ചെയ്യുമെന്നും പറഞ്ഞു. മറ്റവയവങ്ങൾക്കും ഇത് ബാധിക്കുമെന്ന് മനസ്സിലായപ്പോ ആയുർവേദം ചെയ്താൽ നന്നാവൂന്ന് വിചാരിച്ച് ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് മാഡം. ഓക്കെ സർ, അടുത്ത തവണ വരുമ്പോ നമുക്ക് നല്ലൊരു റിസൾട്ടോട് കൂടി വീണ്ടും കാണാം സർ. ഓക്കെ, താങ്ക് യു.